ഹൃദയപൂർവം പദ്ധതി കേരളത്തിലെ നിരവധി ആശുപത്രികളിൽ, ഏകദേശം 68ഓളം ആശുപത്രികളിൽ, അത് ജില്ലാ ആശുപത്രികളുണ്ട്, പ്രാദേശിക ആശുപത്രികളുണ്ട്, അവിടെയെല്ലാം DYFIയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് കളക്ട് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 40,000-ഓളം പൊതിച്ചോറുകൾ ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നല്ല. ഒരു DYFIയുടെ ഇടപെടലിൽ അല്ലെങ്കിൽ മുൻകൈയിൽ കേരളത്തിലുടനീളം നടത്തുന്ന എല്ലാവരാലും അഭിനന്ദനത്തിന് അർഹമായ ഒരു പ്രവർത്തനമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ മറ്റു പലരും DYFIയുടെ ഈ പ്രവർത്തനത്തെ പ്രശംസിക്കുന്ന, ഇൻഹൗസ് മീറ്റിങ്ങിലെങ്കിലും പ്രശംസിക്കുന്ന ഒരു അവസ്ഥ നമ്മളൊക്കെ നേരിൽ കണ്ടതാണ്. പക്ഷേ ഈ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ സത്യത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി. ഇത്ര പെട്ടെന്ന് ഒരു മനുഷ്യന് മാറാൻ പറ്റുമോ? തൊട്ട് മുമ്പ് മാനവികതയെക്കുറിച്ച്, ഞങ്ങളുടെ ഈ ഒരു മുൻകൈയെക്കുറിച്ചൊക്കെ പ്രശംസിച്ച് പറഞ്ഞ, ആർക്കും എതിർക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയെ ഇങ്ങനെ ഒരു വല്ലാത്ത ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രതിഷേധാർഹമാണ്. അദ്ദേഹം അധികാരക്കൊതി മൂത്ത് ഈ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത് ശരി തന്നെ. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി വലതുപക്ഷത്തിൻ്റെ ചളിക്കുണ്ടിൽ കിടന്ന് ഉരുണ്ട് ദേഹത്താകെ വാരിത്തേച്ച് അതിലിങ്ങനെ അഭിരമിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു ഹൃദയപൂർവ്വം പദ്ധതി മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകളും നോക്കൂ നിങ്ങൾ. അദ്ദേഹം എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ അദ്ദേഹത്തെ പോലെയുള്ളവരെ ഈ നാട് ബഹിഷ്കരിക്കണം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മറ്റു പല കാരണങ്ങളുണ്ടാവും. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും വരുന്നത്. തീർത്തും പ്രതിഷേധാർഹമാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥത എത്രത്തോളം എത്തി. ചിലപ്പോൾ അസ്വസ്ഥത മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലും പ്രയാസം കൊണ്ടും ആയിരിക്കും. ഇനി ആ പ്രയാസം ഉണ്ടോ എന്നുള്ളത് വേറെ നോക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, പല സംഘടനകളും ഈ മെഡിക്കൽ കോളേജുകളിൽ ചെറിയ അളവിൽ അല്ലെങ്കിൽ വലിയ അളവിൽ ഒക്കെ ഇതുപോലെ ഭക്ഷണ വിതരണമൊക്കെ നടത്തുന്നുണ്ട്. ഇനി അവരെയാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഇനി ഞങ്ങളെയാണ് ഉദ്ദേശിച്ചതെങ്കിലും അവരെയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഈ ഒരു പ്രവൃത്തിയെ സത്യത്തിൽ പ്രശംസിച്ചില്ലെങ്കിലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും തടയാതിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. അതാ ഞാൻ പറഞ്ഞതേ, മാനവികതയുടെ പക്ഷത്ത്, ഇടതുപക്ഷത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്ന് ഈ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ തന്നെ, ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ കുറിപ്പും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ മാനവികതയുടെ പക്ഷത്ത് നിന്ന് അധികാരക്കൊതിമൂത്ത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയ അദ്ദേഹം ഈ അധികാരക്കൊതിയും അധികാരവും നേടിയതിന് ശേഷവും അദ്ദേഹം മറ്റു പലതുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരെയൊക്കെ വർഗീയവാദി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സംഭവങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. അതാണ്, അദ്ദേഹം മതിമറന്നുപോയോ, ലക്ക് കെട്ടുപോയോ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തും വിളിച്ചു പറയുന്ന, എന്ത് വിടുവായിത്വം പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറി. ഇങ്ങനെ ഒരു മനുഷ്യന് മാറാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ചുകൂടിയും അവധാനതയോടുകൂടി ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത്.